Good morning, all. Good morning. Good morning. Good morning, ma'am. Prayer പറഞ്ഞോ കേട്ടോ. അത്ഭുതാനന്ദരൂപിയാം ദേവാനിത്യവും ചിത്തവേദിയിൽ അത്ഭുതാനന്ദരൂപിയാം ദേവാനിത്യവും ചിത്തവേദിയിൽ നർത്തനമാടും പൊൻചിലമ്പൊലി കേട്ടുണരട്ടെ സർവവും സ്തോത്രധാനങ്ങളാകും പൂവുകൾ നിത്യവും പാദപീഠത്തിൽ അർപ്പിൻ പൂക്കൈക്കൊള്ളേണമേ ഭവാൻ തുച്ഛമാമിയുപഹാരം അർപ്പിൻ പൂക്കൈക്കൊള്ളേണമേ ഭവാൻ തുച്ഛമാമിയുപഹാരം ആമയമാകും ആനന്ദ ലോലനാകും നീ തുണ ചെയ്യണം ഏഴഴകിന്തിതളുകൾ എന്നും ആദിത്യൻ തുണയേകുമ്പോൾ സാനന്ദം ഞങ്ങൾ പ്രാർത്ഥനാഗാനം താവത പാദപീഠത്തിൽ അർപ്പിൻ പൂക്കൈക്കൊള്ളേണമേ ഭവാൻ തുച്ഛമാമിയുപഹാരം അർപ്പിൻ പൂക്കൈക്കൊള്ളേണമേ ഭവാൻ തുച്ഛമാമിയുപഹാരം. താങ്ക് യു മാം. Thought of the day. To succeed in your mission, you must have single-minded devotion to your goal. APJ Abdul Kalam. Thank you, ma'am. കഥ പറയട്ടെ മിസ്സേ? കഥയാണ് പറയുന്നത്. ടീച്ചറിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. പറഞ്ഞോ ശ്രുതി. മണ്ണിന്റെ മണം. ഒരിക്കൽ ഒരിടത്ത് രാമു എന്നൊരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാമു വയലിൽ നിന്നും മടങ്ങി വരികയായിരുന്നു. വയൽ അവസാനിക്കുന്നിടത്ത് എത്തിയപ്പോൾ നല്ല മണം. രാമു ചുറ്റും നോക്കി. പൂക്കളും മറ്റു മണമുള്ള സാധനങ്ങളും ഒന്നും അവിടെയില്ല. പിന്നെ ഈ മണം എവിടുന്ന് വരുന്നു? രാമു ചുറ്റും തിരയാൻ തുടങ്ങി. കുറെ നനഞ്ഞ മണമല്ലാതെ അവിടെ ഒന്നും കണ്ടില്ല. രാമു കുറച്ച് മണ്ണെടുത്ത് മണത്തു നോക്കി. ഹായ്, നല്ല മണം! ഈ മണം നിനക്ക് എങ്ങനെ കിട്ടി? രാമു മണ്ണിനോട് ചോദിച്ചു. ഇത്രയും നാളും ഇവിടെ ഒരു മുല്ലച്ചെടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കൊഴിഞ്ഞു വീണ പൂക്കളിൽ നിന്നാണ് എനിക്ക് ഈ മണം കിട്ടിയത്. നല്ല ആളുകളുമായുള്ള കൂട്ട് നമുക്ക് നല്ലത് നൽകും. മണ്ണ് പറഞ്ഞത് ശരിയാണെന്ന് രാമുവിന് തോന്നി. നല്ല സ്റ്റോറി കേട്ടോ. താങ്ക് യു. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ് ആയി, ഓർമ്മയുണ്ടോ? ടീച്ചർ കംപ്ലീറ്റ് ആയി. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് നോക്കാം. Physical development is the growth and development of the body and the brain. നമ്മുടെ ബോഡിയുടെയും ബ്രെയിനിന്റെയും ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. PDF ഷെയർ ചെയ്തിട്ടില്ല. 1 മിനിറ്റ്. പേജ് നമ്പർ 41 അല്ലേ?
Okay. Physical development is the growth and development of body and brain, including the growth of muscles, sense, and development of motor skills. അപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്തും ഡെവലപ്മെന്റും തന്നെയാണ് പറയുന്നത്. നമ്മുടെ ബോഡിയുടെയും ബ്രെയിനിന്റെയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതിലെന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? ഗ്രോത്ത് ഓഫ് മസിൽസ്, നമ്മുടെ മസിൽസിന്റെ ഗ്രോത്ത്, നമ്മുടെ സെൻസിന്റെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ്, മോട്ടോർ സ്കിൽസിന്റെയും ഡെവലപ്മെന്റ്. ഓക്കെ, ഈ മോട്ടോർ സ്കിൽസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടോ മോട്ടോർ സ്കിൽസിനെ കുറിച്ചിട്ട്? ഇല്ല മിസ്. ഓക്കെ, ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും കേട്ടോ. അപ്പൊ നമുക്ക് മോട്ടോർ സ്കിൽസ് 2 ടൈപ്സ് ആണ് ഉള്ളത്. ഒന്ന് ഫൈൻ മോട്ടോർ സ്കിൽസും ഒന്ന് ഗ്രോസ് മോട്ടോർ സ്കിൽസും. അത് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ല. നല്ല കുട്ടികൾ. ഫൈൻ മോട്ടോർ സ്കിൽസ് ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് അത് കേട്ടിട്ടില്ല? ഇല്ല. കുഴപ്പമില്ല. നമ്മുടെ മോട്ടോർ സ്കിൽസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഫൈൻ മോട്ടോർ സ്കിൽസ് ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ കാണുന്നുണ്ടോ അത്? ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്തൊക്കെയാണെന്ന് കാണാൻ പറ്റുന്നില്ലേ? ഗ്രോസ് മോട്ടോർ സ്കിൽസ് നിങ്ങൾക്ക് അറിയാം എന്താണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്, എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അത് ഞാൻ 2 ടൈപ്പ് ഓഫ് മോട്ടോർ സ്കിൽസ് ആണെന്ന് മാത്രമായിരിക്കും അറിയാത്തത്. അപ്പൊ എന്താണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലാർജ് മസിൽസ് ഇല്ലേ, ലാർജ് മസിൽസ് ഗ്രൂപ്പ്സ്, അതിന്റെ ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ദി gross motor skills involve the use of large muscle group to perform whole body movements. നമ്മുടെ whole body movements നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് സ്കിൽസ് വേണം? ഗ്രോസ് മോട്ടോർ സ്കിൽസ് വേണം. These skills are essential for the activity that require strength വേണം, കോർഡിനേഷൻ വേണം, ബാലൻസ് വേണം. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഗ്രോസ് മോട്ടോർ സ്കിൽസ് നല്ല രീതിയിൽ പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത്, കോർഡിനേഷൻ ആൻഡ് ബാലൻസ് നിർബന്ധമായിട്ട് വേണം. ഒരു കുട്ടി ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഫസ്റ്റ് വരുന്നത് വാക്കിംഗ് ആണ്. അവൻ നടന്നു തുടങ്ങുമ്പോഴാണ് അവന്റെ ഫസ്റ്റ് ഗ്രോസ് മോട്ടോർ സ്കില്ല് വരുന്ന ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി വരുന്നത് വാക്കിംഗ് ആണ്. അവന്റെ ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കോർഡിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവനെ നടന്നു തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കുട്ടി ജനിച്ച ഉടനെ നടക്കില്ല. അതെല്ലാവർക്കും അറിയാലോ. കുട്ടി എന്ത് ചെയ്യും? ആദ്യം ജസ്റ്റ് അവൻ തലയൊന്ന് ഉയർത്തി നോക്കും, അത് കഴിഞ്ഞ് അവൻ കമ്മന്ന് വീഴും, അത് കഴിഞ്ഞ് മുട്ടിലെഴയും, ഇരിപ്പുറയ്ക്കും, പിടിച്ചു നിൽക്കും, പതുക്കെ അവൻ പിച്ച വെച്ച് നടന്നു തുടങ്ങും. അപ്പോഴത്തേക്കും അയാൾ അവന്റെ എന്താണ് ബോഡിയിലുള്ള ബാക്കിയുള്ള എല്ലാ മൂവ്മെന്റ്സും കറക്റ്റ് ആയിട്ട് അവന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ഗ്രോസ് മോട്ടോർ സ്കിൽസിന് എക്സാമ്പിൾ ആണ് വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്, ക്യാച്ചിങ്, സ്വിമ്മിങ്. ഇതൊക്കെ എന്താണ് ഗ്രോസ് മോട്ടോർ സ്കിൽസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്. അത്രയും നോട്ട് ചെയ്താൽ മതി. ഗ്രോസ് മോട്ടോർ സ്കിൽസ്, ലാർജ് മസിൽ ഡെവലപ്മെന്റ്, പിന്നീടാണ് എക്സാമ്പിൾ ആണ് വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്. അപ്പൊ കുട്ടികളിൽ ആദ്യം നടക്കുന്നത് ഗ്രോസ് മോട്ടോർ സ്കിൽസ് അല്ലേ? കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത് ഗ്രോസ് മോട്ടോർ സ്കിൽസ് അല്ലേ? അപ്പൊ എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ്? കുട്ടികളിൽ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാൻഡ്, ഫിംഗേഴ്സിന്റെ ഒക്കെ ഡെവലപ്മെന്റ് ഇല്ലേ? ഒരു കുട്ടി കറക്റ്റ് ആയിട്ടൊരു ബോൾ ക്യാച്ച് ചെയ്യണമെങ്കിൽ അതിന്റെ ഹാൻഡ് മൂവ്മെന്റ്സ് പ്രോപ്പർ ആവണം. 1 വയസ്സ് 2 വയസ്സൊക്കെ ആവണമല്ലേ? 1.5 വയസ്സെങ്കിലും ആവണം ഒരു കുട്ടി കറക്റ്റ് ആയിട്ടത് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ അവൻ പെൻ പിടിച്ചെഴുതണമെന്നുണ്ടെങ്കിലും എന്താണ് ഈ 2 മസിൽസിന്റെയും എന്താ പറയാ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കണം. അപ്പോ ഫൈൻ മോട്ടോർ സ്കിൽസ്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റിനെയാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. റൈറ്റിംഗ്, ബട്ടണിങ് എ ഷർട്ട്, ഡ്രോയിങ്, ക്രാഫ്റ്റ്, ഇതിനൊക്കെ എക്സാമ്പിൾ ഫൈൻ മോട്ടോർ സ്കിൽസിന് എക്സാമ്പിൾസ് ആണത്. രണ്ടൊന്ന് നോട്ട് ചെയ്തോ?
മാം ഒന്നും കൂടെ പറയോ ഫൈൻ മോട്ടോർ സ്കിൽസ്? നമ്മൾ സ്മോൾ മസിൽസ് മൂവ്മെന്റ് ഇല്ലേടാ, നമ്മുടെ കൈയിന്റെ ഹാൻഡിന്റെയും ഫിംഗറിന്റെ ഒക്കെ മൂവ്മെന്റ്സും അല്ലെങ്കിൽ അവിടെയുള്ള മസിൽസിന്റെ ഡെവലപ്മെന്റ്, ഇതിനെയാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഈ കൈ നമ്മൾ എല്ലാ കുട്ടികൾക്കും പേന കറക്റ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുമോ? ഇപ്പൊ 1 വയസ്സായ കുട്ടിക്കൊന്നും പേന കറക്റ്റ് ആയിട്ട് പിടിക്കാൻ പറ്റില്ലല്ലോ. അതിന് കുറച്ചും കൂടി ടൈം കഴിയും അല്ലെ. പിന്നീടാണ് കുറച്ചും കൂടി അവർ വലുതായി കഴിയുമ്പോഴാണ് ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആവുന്നത്. അത് നോട്ട് ചെയ്തോ, ഫൈൻ മോട്ടോർ സ്കിൽസ് എന്താണ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്താണ്. നമ്മളുടെ ടെസ്റ്റിൽ അതൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് ഫൈൻ മോട്ടോർ സ്കിൽസ്. എക്സാമ്പിളും മനസ്സിലായി. ഗ്രോസ് മോട്ടോർ സ്കിൽസ് വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ് ഒക്കെ ആണെങ്കിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് റൈറ്റിംഗ്, ഡ്രോയിങ് ഒക്കെയാണ്. നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ 2 ടൈപ്പ് ഓഫ് മോട്ടോർ സ്കിൽസ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഇപ്പൊ ഫൈൻ മോട്ടോർ സ്കിൽസിൽ പറയുന്നതാണ് റൈറ്റിംഗ് അല്ലേ. റൈറ്റിംഗ് ഫൈൻ മോട്ടോർ സ്കിൽസിൽ വരുന്ന ഒരു ആക്ടിവിറ്റി അല്ലേ. നമ്മുടെ മോണ്ടിസോറി പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. നോക്കട്ടോ, ഇത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ കുട്ടികള് ആദ്യം ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത് പെൻസിലോ അല്ലെങ്കിൽ ഇത് ഇതേപോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടോ, പെൻസിൽ പോലെ തന്നെ ഇരിക്കും, വുഡൻ ആണ്. അപ്പൊ അവര് ഫസ്റ്റ് നമ്മള് എന്താ പറയാ, എഴുതാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് അവർ ഈ സ്കെച്ചിൽ പോലത്തെ സംഭവം യൂസ് ചെയ്ത് അവരിങ്ങനെ അവരുടെ മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, ഫൈൻ മോട്ടോർ സ്കിൽസ്. പിന്നീടാണ് അവര് എന്താ ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് തുടങ്ങുന്നത്. കണ്ടോ നിങ്ങൾ ഇതിനെ കറക്റ്റ് ആയിട്ട് അവരിങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കും, കർവും കാര്യങ്ങളൊക്കെ. പിന്നെ അവർക്ക് അക്ഷരങ്ങൾ എഴുതുമ്പോൾ അത് എളുപ്പമായിരിക്കും. അപ്പൊ മെയിൻ ആയിട്ട് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ടല്ലോ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പ്രീ റൈറ്റിംഗ് ആൽഫബറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ആൽഫബറ്റ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഈ പ്രീ റൈറ്റിംഗ് ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആൽഫബറ്റ്സ് അവർക്ക് കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. നമ്മൾ പണ്ട് നമ്മളുടെയൊക്കെ പാരന്റ്സ് എങ്ങനെയായിരുന്നു, നിർബന്ധിച്ച് കൈയൊക്കെ പിടിച്ച് നിർബന്ധിച്ച് വേദനിപ്പിച്ചിട്ടൊക്കെ അല്ലായിരുന്നു എഴുതിച്ചിരുന്നത് അല്ലേ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നമുക്ക് അവർക്ക് തന്നെ അത് സ്വയം എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. കണ്ടോ ഈ മെറ്റീരിയൽ, ആ ഒരു പെൻ പോലത്തെ മെറ്റീരിയൽ ഇല്ലേ, അതിനെ പറയുന്ന പേരാണ് സ്റ്റൈലസ്. ഓക്കെ, അല്ലെങ്കിൽ ചിലങ്കിൽ പെൻ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ സ്വയമേ അവരെന്ത് ചെയ്തോളും, ആദ്യം കർവും കാര്യങ്ങളൊക്കെ എങ്ങനെ വരയ്ക്കുന്നതെന്ന് പഠിക്കും. പിന്നെ അവരെന്ത് ചെയ്യും, ഈ ആൽഫബറ്റ്സും കാര്യങ്ങളും വരയ്ക്കാൻ തുടങ്ങും അല്ലെ, വരയ്ക്കാൻ തുടങ്ങും. ഇതിക്ക് മുമ്പ് നമ്മുടെ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് അവരെ ടച്ച് ചെയ്ത് സെൻസ് ചെയ്യിക്കണം. ഫിംഗർ മൂവ്മെന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഫിംഗർ യൂസ് ചെയ്തിട്ട് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സിലൂടെ ടച്ച് ചെയ്ത് തന്നെ അത് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം അതുമേന്ന് ഗിഫ്റ്റ് ഒന്നും കയ്യിലേക്ക് ആവില്ല, അത് കുട്ടികൾക്ക് അൺഹെൽത്തി അല്ല. പക്ഷെ ഗിഫ്റ്റഡ് പേപ്പർ ആണെങ്കിൽ ഗിഫ്റ്റ് ചിലപ്പോ കയ്യുമാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവർക്ക് ആ ഒരു ഫിംഗർ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് അത് കാണുമ്പോ ഇത് എ ആണ്, ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ആവും. അപ്പൊ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന വൺ ഓഫ് ദ മെറ്റീരിയൽ ആണ് ഇത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. ഓക്കെ, പ്രീ റൈറ്റിംഗ് ബോർഡ്സ് മനസ്സിലായോ? ഏത് സ്കില്ലാണ് കുട്ടികളിൽ ഇംപ്രൂവ് ചെയ്യുന്നതെന്ന്? ഇത് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് പോലെ തന്നെയുള്ള മെറ്റീരിയൽ ആണ്. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ നിങ്ങൾ എല്ലാവരും? അപ്പൊ അതെടുത്ത് കാണിച്ചു തന്നാലോ? ചെയ്തിട്ടില്ല എല്ലാവരും സാൻഡ് പേപ്പർ? ചെയ്തു. ഇനി നമ്മളുടെ നോബിൾഡ് സിലിണ്ടേഴ്സ് ഉണ്ട്. നോബിൾഡ് സിലിണ്ടേഴ്സ്
എന്ന് വെച്ചാല് ആ ഒരു സിലിണ്ടറിന് നോബ് ഉണ്ടാവും. ഈ നോബിൾ സിലിണ്ടേഴ്സിലൂടെയും നമുക്ക് കുട്ടികളിൽ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ നോബ് കണ്ടോ, നോബ് യൂസ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യും. ഓരോന്നെടുത്ത് അതിന്റെ വെയിറ്റ് ഹൈറ്റ് നോക്കി, വെടുത്തും ഹൈറ്റും നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് കുട്ടികൾ തന്നെ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. അപ്പോഴും അവരുടെ ഈ ഫൈൻ മോട്ടോർ ആ നോബ് ഇങ്ങനെയാ പിടിക്കുന്നത് കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ അവർ ആ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആക്കും. അപ്പൊ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് മെയിൻ ആയിട്ട് ഗ്രോസ് മോട്ടോർ സ്കിൽസിനും ഫൈൻ മോട്ടോർ സ്കിൽസിനും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ ഒരു മെറ്റീരിയൽ ആയിരിക്കും അതിന്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെവലപ്മെന്റ് കാര്യങ്ങളും കുട്ടികളിൽ പോസിബിൾ ആക്കുക എന്നുള്ളതാണ്. പിങ്ക് ടവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇല്ല, ഓക്കെ. ഇത് ഗ്രോസ് മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്, സെൻസോറിയൽ മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ എന്ന് പറയുന്നത്. കളർ തന്നെ പിങ്ക് ആയതുകൊണ്ടാണ് നമ്മൾ പിങ്ക് ടവർ എന്നൊരു പേര് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, കുട്ടികൾക്കൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ. ഇതാണ് സംഭവം. അത്യാവശ്യം ലാസ്റ്റ് വൺ ഏറ്റവും ആദ്യത്തത് 10 സെന്റിമീറ്റർ മുതൽ 1 സെന്റിമീറ്റർ വരെയാണ് അതിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പൊ ആദ്യത്തെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, കാരണം കുട്ടികളുടെ ഗ്രോസ് മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ അവരതിനെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കും. ഏറ്റവും ചെറുതിലേക്ക് വരുമ്പോൾ അവർക്ക് ഫൈൻ മോട്ടോർ ഹാൻഡ് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആവാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ എന്തുണ്ട് എയിമുകളുണ്ട്. കുട്ടികളിൽ എന്തെല്ലാം ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്നുള്ള എയിമുകളുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് അല്ലെ? ഓക്കെ, അപ്പോ നമ്മൾ ഇനി ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഏജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ജെൻഡർ, ഏത് കുട്ടികൾക്കായിരിക്കും ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് കൂടുതൽ, പെൺകുട്ടികൾക്കായിരിക്കും ആൺകുട്ടികൾക്കായിരിക്കും? പെൺകുട്ടികൾ, ആൺകുട്ടികൾ. കമ്പാരിറ്റീവ്ലി ആൺകുട്ടികൾക്കായിരിക്കും. ഒരു മതിലൊക്കെ എടുത്ത് ചാടാൻ പറഞ്ഞാലും ചാടാനും ഓടാനും ഒക്കെ അവർക്കായിരിക്കും കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതൽ. പെൺകുട്ടികൾ കമ്പാരിറ്റീവ്ലി അത്യാവശ്യം മോട്ടോർ സ്കിൽസ് അല്ലെങ്കിൽ എന്താ പറയാ ഫിസിക്കൽ ഡെവലപ്മെന്റ് കുറച്ച് വീക്ക് ആയിരിക്കും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടത്? നമ്മളായാലും നമ്മൾ മുതിർന്നവരൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, നമ്മളോട് വലിയ ഭാരമുള്ള വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ ഈസി ആയിട്ട് അവർ ചെയ്യും. അവർക്ക് അതിന്റെ അവരുടെ ബോഡി അങ്ങനെ മെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ കുട്ടിയുടെ ഗുഡ് ഹെൽത്ത്, പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും ആക്സിഡന്റോ ഇഞ്ചുറീസോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മോട്ടോർ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ കമ്പോണന്റ്, പിന്നെ ജനറ്റിക്, പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? മോട്ടോർ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, നമ്മുടെ ടെസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. യൂണിറ്റ് 2 ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. Physical development is refers to the process which bring progressive changes in external as well as internal body organs of an individual in order to enhance their capacity to function. Physical development എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ബോഡി ഓർഗൻസിന്റെ ഗ്രോത്തും കാര്യങ്ങളാണ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ്, പ്രോപ്പർ ആയിട്ട് അത് ഗ്രോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നോർമലി ഫിസിക്കൽ ഡെവലപ്മെന്റ് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ഫോളോയിങ് ഡയമെൻഷൻ. ഫിസിക്കൽ ഡെവലപ്മെന്റ് താഴെ പറയുന്ന രീതിയിലാണ് ചേഞ്ചസ് വരുന്നത്. നമ്മള് ഒരു കുഞ്ഞ് ജനിച്ച് ഒരു 1.5 മാസത്തിനുള്ളിൽ അവൻ എന്ത് ചെയ്യും? ഹെഡ് പൊക്കി ഉയർത്തി നോക്കിയൊക്കെ ചെയ്യും അല്ലെ? തല ഉറയ്ക്കും അല്ലെങ്കിൽ തല പൊക്കാനൊക്കെ ശ്രമിക്കും അല്ലെ? അത് കഴിഞ്ഞൊരു 3 മാസത്തിനുള്ളിൽ കമന്ന് വീഴും. പിന്നെ നമ്മൾ പരപ്പുള്ള എങ്ങനെയായിരുന്നു? 5 മാസത്തിനുള്ളിൽ ഇരിപ്പുറയ്ക്കും. 8 മാസത്തിനുള്ളിൽ ഇഴയാനായിട്ട് തുടങ്ങും. ഒരു 8-12 ഒരു വയസ്സിനുള്ളിൽ അവർ പിടിച്ചു നിൽക്കും. 1 വയസ്സിന് മേലെ ആവുമ്പോഴേക്കും 1 വയസ്സ് കഴിയുമ്പോഴേക്കും അവർ പതുക്കെ പിടിച്ച് നടന്നു തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു 18 മാസത്തിനുള്ളിൽ എന്തായാലും കുട്ടികൾ നടക്കും. 1.5 വയസ്സിനുള്ളിൽ കുട്ടികൾ എന്തായാലും നടക്കും. അത് കഴിഞ്ഞ് ഓടി തുടങ്ങുന്നു.
ഈ ഒരു ടൈമിൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് കാണുന്നത് അല്ലെ. പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കല്ലേ, ഭയങ്കര ഫാസ്റ്റ് അല്ലേ. ഇൻഫൻസിയിൽ 0 to 2 years കുട്ടികളുടെ ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റ് അല്ലേ. ഒരു 0 മുതൽ 2 വയസ്സ് വരെ കുട്ടികളുടെ ഡെവലപ്മെന്റ് ഭയങ്കര സ്പീഡി ആയിട്ടാണ് വരുന്നത് അല്ലേ. ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉള്ള ഒരു ടൈമാണ്, ഒരു പീരീഡ് ആണ് 0 to 2 years. 0 to 2 years നമ്മൾ ഇൻഫൻസി എന്ന് പറയുന്ന പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. 0 to 2 years എന്ന് പറഞ്ഞാൽ ഇൻഫൻസി ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന പോയിന്റ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും എക്സാമിന്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. General characteristics of physical development ആണ്. Physical development is very shift during infancy. ഇൻഫൻസിയുടെ ടൈമിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടി ഇരിക്കുറയ്ക്കുന്നു, മുട്ടുകഴിയുന്നു, പിന്നെന്താണ് നടന്നു തുടങ്ങുന്നു, പിച്ചവെച്ച് നടന്നു തുടങ്ങുന്നു, സ്പീഡിൽ ഓടി തുടങ്ങുന്നു, സ്റ്റെയർ കയറാൻ തുടങ്ങുന്നു. അങ്ങനെ അവരുടെ ഡെവലപ്മെന്റ് ഭയങ്കര റാപ്പിഡ് ആയിട്ടുള്ള ടൈമാണ് ഏത് ഇൻഫൻസി എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഒരു കുട്ടിയുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് 0 to 2 years ആണ്. അപ്പൊ നമ്മളോടൊക്കെ നമ്മൾ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 2 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ ഡോക്ടർ ചോദിക്കും അവൻ നടന്നു തുടങ്ങിയോ, അതിന്റെ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് എന്ത് ചോദിക്കുന്നത്, അവര് നടന്നു തുടങ്ങിയോ എന്നൊക്കെ കാഷ്വൽ ആയിട്ട് ചോദിക്കുന്നതാണ്. കാരണം അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഇന്ന ഏജിൽ ചെയ്യണം എന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ടൈം പീരീഡ് ഏതാണ്? ഇൻഫൻസി ആണ്. ഓക്കെ, അപ്പൊ അതില് 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻഫൻസി എന്ന് പറയുന്നത് ഏത് ടൈം പീരീഡ് ആണ്? ഇൻഫൻസി എന്ന് പറയുന്നത് 0 to 2 years ആണ് ഇൻഫൻസി. ആ ടൈമിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? വെരി ഷിഫ്റ്റ് ആണ്. പെട്ടെന്ന് ആയിരിക്കും ഫിസിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഡെവലപ്മെന്റ് നടക്കുന്നത്. അതേപോലെ കുട്ടികളുടെ വെയിറ്റും കൂടും അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? ഒരു 0 to 2 yearsനുള്ളിൽ അത് ഒരു 0 to 6 months ഒക്കെ ആകുമ്പോഴേക്കും 3 months ഒക്കെ ആകുമ്പോഴേക്കും ഡബിൾ ദ വെയിറ്റ്, കുട്ടി ജനിച്ച സമയത്തേക്കാളും ഇരട്ടി വെയിറ്റ് വന്നിട്ടുണ്ടാവും. പിന്നെ അവർ പെട്ടെന്ന് 2 വയസ്സ് വരെ പെട്ടെന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് വയ്ക്കും. പിന്നെ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. അത് പിന്നെ പെട്ടെന്ന് അത്രയും ചേഞ്ചസും കാര്യങ്ങളൊന്നും വരില്ല. 3 മുതൽ 6 വയസ്സ് വരെ നോർമലായിട്ട് അത്രയും റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും നടക്കാത്ത ഒരു ടൈം പീരീഡ് ആണ് 3 to 6 years എന്ന് പറയുന്നത്. വെയിറ്റിലൊന്നും വലുതായിട്ടുള്ള മാറ്റങ്ങൾ അധികം ഉണ്ടാവില്ല, എന്നാലും ചെറിയ രീതിയിൽ ഉണ്ടാവും. എന്നാലും അത്രയും ഫാസ്റ്റ് ആയിട്ടല്ലായിരിക്കും നടക്കുന്നത്. അവർ ഇൻഫൻസി ടൈമിൽ അക്വയർ ചെയ്ത ചേഞ്ചസ് അല്ലെങ്കിൽ അവർക്ക് വന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഫിക്സ് ചെയ്യുന്ന ടൈം പീരീഡ് ആണ് ഇത് പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയും. 3 to 6 years. അപ്പോ 0 to 2 years ഇൻഫൻസിയിൽ കുട്ടിക്ക് വന്ന മാറ്റങ്ങൾ ഉണ്ടല്ലോ, ആ മാറ്റങ്ങൾ ഫിക്സ് ചെയ്യുന്ന പീരീഡ് ആണ്, പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ് ഏത് 3 to 6 years. ആ ഒരു ടൈം പീരീഡ് നമ്മൾ പറയുന്ന പേരാണ് പ്രീ ചൈൽഡ്ഹുഡ്. പ്രീ ചൈൽഡ്ഹുഡ്. ക്ലിയർ ആണോ? മനസ്സിലായോ? പീരീഡ് ഓഫ് ഇൻഫൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കുട്ടികൾ നടക്കുന്ന ആ ഒരു പീരീഡിനെയാണ് നമ്മൾ പറയുന്നത് പ്രീ ചൈൽഡ്ഹുഡ്. 3 to 6 years ആണ്. ഈ പീരീഡിൽ നമ്മൾ ഇൻഫൻസിയിൽ അക്വയർ ചെയ്തിട്ടുള്ള ആ ഫിസിക്കൽ ഡെവലപ്മെന്റ് കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്ന ടൈം പീരീഡ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് അറ്റൈൻഡ് ഇൻ ഇൻഫൻസി ഈസ് സ്റ്റെബിലൈസ്ഡ്. ഇൻഫൻസിയിൽ അറ്റൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രോത്തും കാര്യങ്ങളും സ്റ്റെബിലൈസ് ചെയ്യുന്ന പീരീഡ് ആണ് ഏത് 3 to 6 years എന്ന് പറയുന്നത്. പിന്നീട് അവർ കിടക്കുന്നത് മിഡിൽ ചൈൽഡ്ഹുഡിലേക്കാണ്. ഏത് പീരീഡ് ആണ്? മിഡിൽ ചൈൽഡ്ഹുഡ് 7 to 9 years ആണ്. 7 to 9 years വീണ്ടും പീരീഡ് ഓഫ് ഗ്രോത്ത് നടക്കുന്ന സമയമാണ്. ഇൻഫൻസിയിൽ അത്രയും ഗ്രോത്ത് ഇല്ലെങ്കിലും അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടാവും. കുട്ടികളുടെ ഹൈറ്റ് മാറുന്നു. അപ്പൊ ഫസ്റ്റ് നമ്മള് KG സെഷനില്
3 to 6 years എന്ന് പറയുന്ന KG സെഷനിൽ കാണുന്ന കുട്ടികളാണ്. ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആയി കഴിയുമ്പോൾ അവര് ഹൈറ്റ് നല്ല രീതിയിൽ വെക്കും. ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പണ്ട് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ മിഡിൽ ചൈൽഡ്ഹുഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഗ്രോത്തിന്റെ ടൈമാണ്, പീരീഡ് ഓഫ് ഗ്രോത്ത് ആണ്. ഓക്കെ, 7 to 9 years ആണ് പിന്നീട് വരുന്ന ആ ഒരു പീരീഡ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ ഒരു പീരീഡിനെ നമ്മൾ പറയുന്ന പേരാണ് മിഡിൽ ചൈൽഡ്ഹുഡ്. പക്ഷെ ഇൻഫൻസിയുടെ അത്രയും അല്ലെങ്കിൽ 0 to 2 years അത്രയും അവർക്ക് ഗ്രോത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്രയും സ്പീഡ് ആയിരിക്കില്ല, എന്നാൽ ഗ്രോത്ത് ഉള്ള ഒരു ടൈമാണ്. കുട്ടികളുടെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഹൈറ്റ് കൂടുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളിപ്പോ പണ്ടവർക്ക് ഒരു 3 to 6 yearsലൊക്കെ ചിലപ്പോ 3 yearsൽ വാങ്ങിച്ച ഡ്രസ്സ് ഒരു 4 or 5 yearsലൊക്കെ വരെയും നമുക്കത് പാകമായിരിക്കും, കറക്റ്റ് ആയിട്ട് ഫിറ്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ അവര് ഒരു 6 to 7 yearsലേക്ക് കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ വെക്കും. അവർക്ക് പെട്ടെന്ന് അത് ഡ്രസ്സ് നമ്മള് പാകമാവാണ്ടൊക്കെ വരും, ഹൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നത് കൊണ്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കുട്ടികള് ഒരു 3 to 6 years 7 yearsലേക്ക് കടന്നിട്ടുണ്ടോ? ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു ഏജില് ഭയങ്കരമായിട്ട് അത്യാവശ്യം ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ഇനി 9 കഴിഞ്ഞു കഴിഞ്ഞാൽ 10 to 11 years ആണ് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്നാ പറയുന്നത്. ഇന്ന് ഈ ലേറ്റർ ചൈൽഡ്ഹുഡ് റെയർ ആയിട്ടാണ് കാണുന്നത്. കാരണം 11 yearsലൊക്കെ അഡോളസന്റ് ഏജിലേക്കാണ് ശരിക്കും കുട്ടികൾ കടക്കുന്നത്, അല്ലെ? 10 to 30 years നമ്മളുടെയൊക്കെ പ്രായത്തിൽ 10 to 30 years എന്ന് പറഞ്ഞാല് പീരീഡ് ഓഫ് ഫിക്സേഷൻ ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. 11 years മുതൽ ഏർലി അഡോളസൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. 11 years to 19 years വരെയാണ് ഏർലി അഡോളസൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 10 to 30 years ആണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. ഇതൊരു പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. അത് മിഡിൽ ചൈൽഡ്ഹുഡില് അക്വയർ ചെയ്ത ഗ്രോത്തും കാര്യങ്ങളും സ്റ്റെബിലൈസ് ചെയ്യുന്ന പീരീഡ് ആണ് ഇത് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഇതില് 10 to 13 years എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ 30 yearsലേക്ക് പോകുന്നില്ല ഇന്നത്തെ കുട്ടികള്. ഇന്നത്തെ ലൈഫ് സ്റ്റൈലിന്റെ ചേഞ്ചസും ഫുഡ് ഹാബിറ്റും കാരണമൊക്കെ അഡോളസന്റ് ഏജ് കുറച്ചുകൂടി ഏർലി ആയിട്ട് വരുന്നത്, അല്ലെ? 11 years മുതൽ കുട്ടികൾ അഡോളസന്റ് ഏജിലേക്ക് കടക്കാണെന്നാണ് പറയുന്നത്. ഇനി അഡോളസന്റ് ഏജിലേക്ക് കടന്ന ഒരു കുട്ടി, നമ്മളിപ്പോ ഒരു എത്രയിലാണ്, ഒരു 4ലോ 5ലൊക്കെ പഠിക്കുമ്പോ ഒരു കുട്ടിയെ കണ്ടിട്ട് നമ്മൾ പിന്നെ കാണുന്നത് ഒരു 8ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ടാണ് ആ കുട്ടീനെങ്കിൽ അവളിൽ നല്ല മാറ്റം ഉണ്ടാവും, അല്ലെ? നമുക്ക് പെട്ടെന്ന് ആളെ തിരിച്ചറിയാൻ പറ്റില്ല, അല്ലെ? പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു ഏജ് ആണ് ഫസ്റ്റ് 3 years ഓഫ് അഡോളസൻസ് എന്ന് പറയുന്നത്. പെൺകുട്ടികളിലായാലും ആൺകുട്ടികളിലായാലും ഗ്രോത്തും കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു പീരീഡ് ആണ് ഇത് അഡോളസന്റ്, ഏർലി അഡോളസന്റ് ഏജ്. പെൺകുട്ടികളെ സംബന്ധിച്ച് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ ആൺകുട്ടികളിലും ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങൾ സംഭവിക്കുന്നു. ചിലപ്പോ നമ്മള് ഒരു 8th 9thലൊക്കെ കണ്ടൊരു കുട്ടീനെ നമ്മൾ പിന്നെ +2ലൊക്കെ വെച്ച് കാണുമ്പോ അയ്യോ നിനക്ക് ഇത്ര ഹൈറ്റ് വെച്ചാ, അതേപോലെ വലിയ ആൾക്കാരെ പോലെ ആയിരുന്നു, ഭയങ്കര ഹൈറ്റും കാര്യങ്ങളൊക്കെ, താടിയൊക്കെ വളർന്നിട്ടുള്ള ആൺകുട്ടികളുടെ കാര്യമാണ്. താടി കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ടാവും. പിന്നെ സൗണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ആൺകുട്ടികളെ സംബന്ധിച്ച് പണ്ടത്തെ ആ ഒരു കുട്ടിത്തം നിറഞ്ഞ സൗണ്ട് മാറിയിട്ട് കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള സൗണ്ട് ആയി മാറിയിട്ടുണ്ടാവും, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളിതൊക്കെ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് 3 years എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾക്ക് ഉണ്ട് കേട്ടോ. ഇന്റേണൽ നമ്മൾ എന്താ പറയാ ബോഡി പാർട്സിൽ വരുന്ന മാറ്റങ്ങള് ഒക്കെ ചേഞ്ചസ് കാര്യങ്ങളും വരും. ഫസ്റ്റ് 3 years ഓഫ് അഡോളസൻസ് നമ്മൾ ആ ഒരു പീരീഡിൽ നമ്മൾ പറയുന്നത് ഏർലി അഡോളസൻസ് ആണ്. മാർക്ക്ഡ് ആസ് ദ ഇയർ ഓഫ് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ ഇൻഫൻസി പീരീഡിൽ കഴിഞ്ഞിട്ട് പിന്നീട് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ടൈം പീരീഡ് ആണ് ഏത് ഏർലി അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫൻസിയിൽ നടന്ന പോലെ തന്നെ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പിന്നീട് ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് എപ്പോഴാണ് ഈ ഒരു ഏർലി അഡോളസന്റ് ഏജിലാണ്. പെട്ടെന്ന് ഹൈറ്റ് വെക്കുന്നു, പെട്ടെന്ന് ആള് മാറുന്നു, ഇന്റർണൽ അവരുടെ ബോഡി അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകുന്നു. ഇതൊക്കെ എപ്പോഴാണ് ഏർലി അഡോളസന്റ് ഏജിൽ സംഭവിക്കുന്നതാണ്. ഈ അഡോളസന്റ് ഏജ് എപ്പോൾ മുതലാണ്? ഇപ്പൊ പണ്ട് നമ്മൾ പറയുന്നത് 30 to 90 years വരെയാണ് അഡോളസന്റ് ഏജ് എന്നൊക്കെ. നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു, അല്ലെ? 30 years to 90 years അല്ലായിരുന്നു.
ഒരു 90s കിഡ്സിനൊക്കെ അറിയാൻ പറ്റിയിരിക്കും അല്ലെ? ആരുമില്ല ഇവിടെ. ഓക്കെ. അപ്പോ നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ ആ ഒരു ടൈം പീരീഡ് ആയിരുന്നു അഡോൾസേജിങ്. ഇന്ന് 11 ഇയർ മുതൽ 90 ഇയർ വരെ അഡോൾസേജ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ. ഇനി ഫിസിക്കൽ ഗ്രോത്ത് എപ്പോഴാണ് സീസ് ചെയ്യുന്നത്? മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കും. ഗ്രോത്ത് ഫിസിക്കൽ ഗ്രോത്ത് സീസ്ഡ് when maturity is attained. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഫിസിക്കൽ ഗ്രോത്ത് സ്റ്റോപ്പ് ആകും. എനിക്ക് തോന്നുന്നു എനിക്ക് 19ാമത്തെ വയസ്സിൽ ഞാൻ ലാസ്റ്റ് ഹൈറ്റ് ചെക്ക് ചെയ്തത്. ലാസ്റ്റ് ഹൈറ്റ് ചെക്ക് ചെയ്തതല്ല, ഹൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ 154 ആയിരുന്നു. 154. ഇപ്പോഴും ഹൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര തന്നെയാണ്? 154 ആണ്. അതുവരെയും എനിക്ക് നല്ല രീതിയിൽ ഹൈറ്റ് വെക്കുമായിരുന്നു. 54 വരെ ഹൈറ്റ് കണ്ടിങ്ങനെ ഹൈറ്റ് കൂടി വന്നു. അത് കഴിഞ്ഞ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിപ്പോയി. പിന്നെ എനിക്ക് ഹൈറ്റ് വെച്ചിട്ടില്ല, അത്യാവശ്യം ഹൈറ്റ് കുറവാണ് എനിക്ക്. അപ്പൊ ഫിസിക്കൽ ഗ്രോത്ത് ഒരു ഏജ് കഴിയുമ്പോൾ സീസ് ആവും. എന്റെ ഒരു എക്സാമ്പിൾ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് എനിക്ക് ആ ഒരു ഏജ് കഴിഞ്ഞിട്ട് പിന്നെ ഹൈറ്റ് കൂടിയിട്ടില്ല എന്റെ ഒരു ഓർമ്മയില്. അതേപോലെ ചില ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഒരു ഏജ് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ഗെയിൻ ചിലപ്പോൾ നമ്മളുടെ എന്താ പറയാ ഫുഡ് ഹാബിറ്റും അതേപോലെ തന്നെ പിന്നെന്താ പറയാ നമ്മളിപ്പോ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിൽ വരുന്ന ഫിസിക്കൽ ചേഞ്ചസ് കാരണം വെയിറ്റും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. ബട്ട് നമ്മൾ ഹൈറ്റ് ഫിസിക്കൽ ഗ്രോത്തിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൈറ്റ് പറയാം. ഹൈറ്റ് പിന്നെ കൂടൂല അല്ലെ? ചിലപ്പോ എത്ര ശ്രമിച്ചാലും ഹൈറ്റ് പിന്നെ കൂടൂല അല്ലെ? അറിയാണ്ട് വന്നതാ മോജി. കുഴപ്പമില്ല. അപ്പൊ ഹൈറ്റ് പിന്നെ കൂടൂല. അപ്പോ എനിക്കാണെങ്കിൽ എന്താ പറയാ PSC എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ചില കോഴ്സിലേക്കുള്ള പോസ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ 90 years ഞാൻ ഹൈറ്റ് ഇത്രയുമാണ് ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ PSC എക്സാമിന്റെ ടൈം ആകുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഹൈറ്റ് ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ 20 years വീണ്ടും ഹൈറ്റ് കൂടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇല്ല, ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നിങ്ങളുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഹൈറ്റ് തന്നെയായിരിക്കും ഇപ്പോഴത്തെ ഹൈറ്റും അല്ലെ? ആ ഒരു ടൈം പീരീഡിലത്തെ. അതേപോലെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചപ്പലിന്റെ സൈസ്. നമ്മളുടെ ചപ്പലിന്റെ സൈസ് ചിലപ്പോൾ ബ്രാൻഡ് അനുസരിച്ച് ചിലത് മാറുമെങ്കിലും ഏകദേശം നമ്മൾ പണ്ട് ഒരു 90 years 20 years യൂസ് ചെയ്തിരുന്ന അതേ സൈസിലെ ചപ്പൽ തന്നെയായിരിക്കും നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അല്ലേ? എനിക്ക് അങ്ങനെയാ. കാരണം ഞാൻ ഷൂ വാങ്ങിക്കുമ്പോഴാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാറ്. കാരണം ആ ഒരു ടൈമിൽ ഞാൻ 5 ആണ് സൈസ് എങ്കിൽ ഇപ്പോഴും എന്റെ ചപ്പലിന്റെ സൈസ് എന്ന് പറയുന്നത് 5 ആണ്. പിന്നെ ചില മോഡൽ വരുമ്പോൾ ചേഞ്ചസ് വരും. ചിലപ്പോൾ 6 എനിക്ക് കംഫർട്ട് ആവും. പിന്നെ കമ്പാരിറ്റീവ്ലി ചെറിയ കാലമാണ്. അപ്പൊ അതിൽ മാറ്റങ്ങൾ അധികം വന്നിട്ടില്ല. പക്ഷെ വെയിറ്റ് നല്ല രീതിയിൽ ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, 19 വയസ്സിൽ നമ്മളുടെ വെയിറ്റ് എത്രയായിരുന്നു? 19-20 വയസ്സിലേക്ക് ആ വെയിറ്റ് ആണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ആണ് എത്ര ആ ടൈമിൽ ഉണ്ടായിരുന്നത്. അതിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മളൊന്ന് ഡയറ്റ് ഒക്കെ ചെയ്ത് ആ ഒരു ഇതിലേക്ക് തന്നെ കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. അപ്പൊ വെയിറ്റ് നമുക്ക് നമ്മളുടെ ഫുഡും ഓരോരുത്തരുടെ ഫുഡ് ഹാബിറ്റും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡെലിവറി കഴിയുമ്പോൾ സ്ത്രീകളിൽ കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യാറുണ്ട് ഇല്ലേ? അതുകൊണ്ടൊക്കെ ആയിരിക്കും വെയിറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ. പണ്ട് 50 ഒക്കെ ആയിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്ന ഹൈറ്റ്. അത് കൂടിയിട്ടുണ്ട്, നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിൽ 65 പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ര കുറഞ്ഞൊന്നുമില്ല കേട്ടോ. 5 kg കുറഞ്ഞു, 60 kg. ഇപ്പോൾ 60 kg നിൽക്കാണ്. 50 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടാവും വെയിറ്റിലേക്ക് പോകണമെന്ന്. പക്ഷെ നമ്മള് എക്സസൈസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ നമുക്കൊന്ന് നോക്കണം കേട്ടോ. നിങ്ങള് അത് ശ്രദ്ധിക്കാറുണ്ടോ? ഹൈറ്റും വെയിറ്റും ആ ഒരു പ്രപ്പോർഷനായിട്ട് നോക്കാറുണ്ടോ? ഇല്ല ടീച്ചർ, ഇല്ലേ? ഇല്ല. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ആ പ്രഗ്നൻസി ടൈമിനാണ് അത് നോക്കാറുള്ളത്, ഹെൽത്തി പോകുമ്പോ. ആണോ? അത് ഓക്കെയാണ്. അല്ലാതെ നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മളുടെ ബുക്സ് ഡയറിയിലൊക്കെ കാണും നമ്മൾ അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്നൊക്കെ ഉള്ളത്. എന്റെ ഒരു ഡയറിയിൽ ഉണ്ടായിരുന്നു ഇന്ന വെയിറ്റ് ഇന്ന ഹൈറ്റിന് ഇത്രയും വെയിറ്റ് പാടുള്ളൂ എന്നുള്ളത്. നോക്കിയിട്ടില്ല?
അത് ഫുൾ ഞാൻ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോൾ പറയാറുണ്ട് മാം, നമ്മൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ ഓവർ വെയിറ്റ് എന്ന് അതിൽ മെൻഷൻ ചെയ്യാറുണ്ട്. നോക്കണോണ്ട് നമ്മുടെ ഹൈറ്റിന് എത്രയാണ് വെയിറ്റ് വേണ്ടത് നോക്കിയിട്ട് അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. കാരണം വെയിറ്റ് കൂടിയാലും നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വരും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഒരു കുട്ടിയിലെ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഷിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്ന 2 പീരീഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഇൻഫൻസി, ഏർലി അഡോൾസെന്റ്. പിന്നെ പീരീഡ് ഓഫ് ഗ്രോത്ത് വേറൊരെണ്ണം മിഡിൽ ചൈൽഡ്ഹുഡ്. ഇതില് ഇടയിൽ വരുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്, പ്രീ ചൈൽഡ്ഹുഡും ലേറ്റർ ചൈൽഡ്ഹുഡും. ആ 2 ടൈം പീരീഡ് നമ്മൾ പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് നടന്നിരിക്കുന്ന ആ ഗ്രോത്ത് സ്റ്റേബിളൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന ആ ഒരു പീരീഡാണ് പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ഏതൊക്കെയാണ് ആ ഇയർ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനിപ്പോ ഇത് മാർക്ക് ചെയ്തിട്ടില്ലേ, അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഞാനൊരു ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒറ്റ പാരഗ്രാഫിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളതുണ്ട്. ഓക്കെ, ഓ ക്ലിയർ ആണോ? അത് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. റീഡ് ചെയ്തോ? ക്ലിയർ ആണോ? ബാക്കിയുള്ളവരോ? ജെൻസി, ശ്രുതി ക്ലിയർ അല്ലേ? ടോപ്പിക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇടക്കിടക്ക് ചോദിക്കുന്നത്. ഇനി ഫിസിക്കൽ ഗ്രോത്ത് നമുക്ക് ആദ്യം പഠിപ്പിച്ച പോർഷൻ അല്ലേ ഇപ്പൊ ഈ ചാപ്റ്ററിൽ ഗ്രോസ് ഫൈനും ഗ്രോസിന്റെയും അത് നമുക്ക് എക്സാമിന് ചോദിക്കോ ടീച്ചർ?
ഇല്ലടാ. പക്ഷെ അങ്ങനല്ല, നമ്മൾ ഇനി പഠിക്കും അത് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടി കഴിയുമ്പോ. ഓക്കെ ഓക്കെ ടീച്ചർ. ഓക്കെ. അത് ചോദിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. നേരിട്ട് ഫൈൻ മോട്ടോർ സ്കിൽസ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്നായിരിക്കില്ല ചോദിക്കുന്നത്. ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട് കേട്ടോ അതിനെ കുറിച്ച്. ഓക്കെ ഓക്കെ ടീച്ചർ. അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇപ്പൊ തൽക്കാലം പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. Physical growth is calculated by measuring the height and weight at regular intervals. നമ്മൾ ഫിസിക്കൽ ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് ഹൈറ്റും വെയിറ്റും ഒക്കെ മെഷർ ചെയ്തിട്ടാണ്. ആൺകുട്ടികളും പെൺകുട്ടികളുടെ കേസിലായാലും ഹൈറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഫിസിക്കൽ ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്. ദ ആവറേജ് ഹൈറ്റ് ഓഫ് 3-year-old, ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 96 സെന്റിമീറ്റർ ആയിരിക്കും. ആൻഡ് ഹിസ് വെയിറ്റ് ഈസ് 30 kg. ആൻഡ് ആവറേജ് വെയിറ്റ് എത്രയായിരിക്കും? 30 kg ആയിരിക്കും. ഇത് ചേഞ്ച് ചെയ്യും കേട്ടോ. ഡിഫറൻസ് ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും അനുസരിച്ച് ഈ ഹൈറ്റും വെയിറ്റിലും മാറ്റങ്ങളുണ്ട്. അതേപോലെ തന്നെ പിന്നെന്താണ്, നമ്മുടെ ജനറ്റിക് ഫാക്ടർ, ഫാമിലി എല്ലാവർക്കും ഹൈറ്റ് കൂടുതലുള്ള ഫാമിലിയിലെ കുട്ടികൾക്കാണെങ്കിൽ ഇതിൽ കൂടുതൽ ഹൈറ്റ് കാണാൻ പറ്റും. ഹൈറ്റ് കുറവുള്ള ഫാമിലിയിലെ കുട്ടികൾക്കാണെങ്കിൽ ഹൈറ്റ് കുറവായിരിക്കും. നമ്മുടെ ജനറ്റിക് ഫാക്ടർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഹൈറ്റ് വളരെ കുറവാണ്. എനിക്കും ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് കുറവാണ്. അപ്പോ നമ്മളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നമ്മുടെ കുട്ടിക്ക് ആ വെയിറ്റ് വന്നില്ലല്ലോ, ആ ഹൈറ്റ് വന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഫാമിലിയിൽ എങ്ങനെയാണ്, ഹൈറ്റ് കൂടുതലാണ് എല്ലാവർക്കും, വെയിറ്റ് എങ്ങനെയാണ്, എല്ലാവർക്കും വെയിറ്റ് ഓവർ അഡീഷണൽ വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ ഹൈറ്റിനെയും വെയിറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലുള്ള സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ഹെൽത്തി പ്രീ സ്കൂൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മിസ്സായിട്ടുണ്ടായിരുന്നു. ഞാനത് എന്ത് ചെയ്തു? ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇയേഴ്സ് ആഡ് ചെയ്തു. വെയിറ്റിന്റെ കേസിൽ ബോയ്സ് ഗേൾസ് ഡിവൈഡ് ചെയ്തു. ഹൈറ്റിന്റെയിലും ബോയ്സ് ഗേൾസ് ഡിവൈഡ് ചെയ്തു. ഇത് നിങ്ങളുടെ ടെസ്റ്റിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഉണ്ടോ? ടെസ്റ്റിൽ ഉണ്ടോ അങ്ങനെ? ഇല്ല ടീച്ചർ. ടീച്ചർ എഴുതിയപ്പോ എഴുതിയായിരുന്നു ഇതിലോട്ട്. ആണോ? ഓക്കെ. അപ്പൊ എല്ലാവരും ഒന്ന് എഴുതിക്കോ? എല്ലാവരും എഴുതിയോ? എല്ലാവരും എഴുതി? ഓക്കെ. അതെന്താന്ന് അതിൽ മിസ്സായിപ്പോയതാണ്. അപ്പോ ഇയർ ആണ് 3 to 6 years ആണ്. നമുക്കറിയാലോ പ്രീ സ്കൂൾ ചിൽഡ്രൻസിന്റെ ഏജ് എന്ന് പറയുന്നത് 3 to 6 years ആണ്. സോ ആ ടൈമില് ഹൈറ്റ് അല്ല വെയിറ്റ് പറയുന്നുണ്ട്. ബോയ്സിന് 14.78, 15നോട് അടുത്ത് വെയിറ്റ് വേണം. ഗേൾസിനാകുമ്പോൾ 13.79 ആണ് വെയിറ്റ് പറയുന്നത്. 4 ഇയേഴ്സിലേക്ക് കിടക്കുമ്പോൾ 16.12 ആണ്. ഗേൾസിന് 15 പോയിന്റ് മതി. 5 ഇയേഴ്സിന് 19 പോയിന്റ് ബോയ്സിന്, ആൻഡ് ഗേൾസിന് 18 പോയിന്റ്. 6 ഇയേഴ്സിന് 22 പോയിന്റ് ആണ് ബോയ്സിന്റെ വെയിറ്റ് എങ്കിൽ ഗേൾസിന്റെ വെയിറ്റ് 21 പോയിന്റ് ആണ്. ഹൈറ്റ് നോക്കാം നമുക്ക്. പ്രീ സ്കൂളില് കുട്ടികള് ഏകദേശം സെയിം ഹൈറ്റിലേക്കൊക്കെയാണ് കാണാറ്, അല്ലെ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏകദേശം സെയിം ഹൈറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ഹൈറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക, കുട്ടികളുടെ ഹൈറ്റ് എങ്ങനെയാണെന്ന്. ബോയ്സിന് 98 ആണെങ്കിൽ ഗേൾസിന് 91 ആണ്. 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഏകദേശം അടുത്തുള്ള ഹൈറ്റ് വരുന്നത് 104 ആൻഡ് 104 തന്നെയാണ് രണ്ടുപേർക്കും വരുന്നത്. ഇനി 113 ആണ് 5 ഇയറിലെങ്കിൽ 112 ആണ് ഗേൾസിന് വരുന്ന ഹൈറ്റ്. 6 ഇയേഴ്സിലേക്ക് വരുമ്പോൾ 118ഉം 117ഉം ആണ് ഗേൾസിന്റെ ഹൈറ്റ് വരുന്നത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല, നിങ്ങൾ പേടിക്കണ്ട. ഈ ടേബിൾ ഞങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കണം മിസ്, അങ്ങനെ ചോദിക്കില്ല കേട്ടോ ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് നമുക്കൊരു കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് തന്നത്. വെയിറ്റ് ആൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ. അതേപോലെ ഹൈറ്റ് പ്രീ സ്കൂളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏകദേശം സെയിം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി ഡിഫറൻസ് ഫീൽ ചെയ്യാറില്ല. പിന്നീട് നമുക്ക് ഡിഫറൻസ് വരും കേട്ടോ. പെൺകുട്ടികൾക്ക് ഹൈറ്റ് കമ്പാരിറ്റീവ്ലി ലോയും ആൺകുട്ടികൾക്ക് ഹൈറ്റ് കമ്പാരിറ്റീവ്ലി ഹൈയും ആയിരിക്കും, അല്ലെ? അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. The gain in height and weight different from child to child. ഓരോ കുട്ടീനെ നോക്കുമ്പോഴും നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വൽസും മെന്റലി ഡിഫറെന്റ് ആണ്, ഇൻക്ലൂഡിങ് ഫിസിക്കൽ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാത്തിലും മാറ്റമുണ്ട്. അതുപോലെ ഓരോ കുട്ടിയും ഈ ഹൈറ്റും വെയിറ്റും മാറിക്കൊണ്ടിരിക്കും. The size of the brain,
നമ്മുടെ കുട്ടികളുടെ സൈസ് ഓഫ് ദ ബ്രെയിൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് ഏത് പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മോണ്ടിസോറി ഈ ഒരു ടൈം പീരീഡ് കൂടുതൽ വാല്യൂ ചെയ്യുന്നത്. ദ സൈസ് ഓഫ് ദ ബ്രെയിൻ ഓൾസോ ഇൻക്രീസ് steadily in the preschool years by the time a child is 6 years old. ഒരു 6 വയസ്സാകുമ്പോൾ the weight of its brain is 90% of that of the brain of an adult. മുതിർന്ന ഒരു കുട്ടിയുടെ 90% ബ്രെയിനിന്റെ ഗ്രോത്ത് ഉണ്ടാവും ഒരു 6 വയസ്സുള്ള വ്യക്തിയുടെ ബ്രെയിൻ. വെയിറ്റ് ആണ് പറയുന്നത്. 6 വയസ്സ് ഓൾഡ് ആകുമ്പോഴേക്കും കുട്ടിയുടെ ബ്രെയിൻ 90% ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവും. ആ ബ്രെയിനിന്റെ വെയിറ്റ് 90%, ഒരു അഡൽട്ടിന്റെ ബ്രെയിനിന്റെ വെയിറ്റിന്റെ അത്രയും 90% വെയിറ്റിന്റെ അത്രയും എത്തിയിട്ടുണ്ടാവും. മസിൽസ് ഓൾസോ ബിക്കം തിക്കർ ആൻഡ് സ്ട്രോങ്ങർ. കുട്ടികളുടെ മസിൽസും അത്യാവശ്യം തിക്കറും സ്ട്രോങ്ങർ ആവും. ഒരു 4 years ഒക്കെ ആവുമ്പോഴേക്കും അവര് ടോയ്ലറ്റ് പോകുന്ന ശീലം ഉണ്ടല്ലോ. രാത്രി കാലങ്ങളിൽ ചിലപ്പോ 4 years വരെയും അവർക്ക് ആ ഒരു കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. നൈറ്റിൽ അവർക്ക് ടോയ്ലറ്റിൽ പോവാണെങ്കിൽ അവർ ചിലപ്പോ ഉറങ്ങുമ്പോ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ അവർ 4 years കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ആ ശീലങ്ങളൊക്കെ മാറും. ഓക്കെ, സോറി ഇതാ അത് അലാറം വന്നേട്ടാ. അപ്പൊ 4 years ഒക്കെ ആവുമ്പോഴേക്കും എന്താണ് കൺട്രോളറ്റ് നൈറ്റ്, അവർക്ക് രാത്രിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോയ്ലറ്റിൽ പോകുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ദെൻ നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ കുട്ടികൾക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുക്കണം അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് കാര്യങ്ങളും ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട്. പാരന്റ്സ് ക്യാൻ യൂസ് ദ ആക്ടിവിറ്റി ലൈക്ക് പ്ലേയിങ് വിത്ത് ബ്ലോക്സ് യൂസ് ചെയ്ത് പ്ലേ ചെയ്യാം, പസിൽസ്, സോർട്ടിങ് ബട്ടണിങ് ഓർ ബീഡ്സ്, കട്ടിങ് അലോങ് ദ സ്ട്രെയിറ്റ് ലൈൻ യൂസിങ് ബ്ലഡ് സിസേഴ്സ്, പേപ്പർ ടിയറിങ്, പേപ്പറൊക്കെ ഇങ്ങനെ മടക്കുക, കട്ട് ചെയ്യുക സ്ട്രെയിറ്റ് ലൈനിലൂടെ, ബട്ടൺസ് കാര്യങ്ങളൊക്കെ, പസിൽസ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലൊരു പീരീഡ് ആണ് ഈ ഒരു ഏജ്. കളറിങ്, പേപ്പർ ഫോൾഡിങ് ടു എൻഹാൻസ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഓഫ് യങ് ചിൽഡ്രൻ. യങ് ചിൽഡ്രൻസിന്റെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കാൻ പറ്റും. യങ് ചിൽഡ്രൻസ് പ്രാക്ടീസ് ഫൈൻ മോട്ടോർ കൺട്രോൾ ത്രൂ activities like cutting, threading beads, sorting, ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ്? ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണോ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണോ? സ്മോൾ മസിൽ ഡെവലപ്മെന്റിന്. ഓക്കെ, അപ്പോ ഈ ഡ്രോയിങ് എന്നൊക്കെ പറയുന്നത് കുട്ടികൾ കൈ അല്ലെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാണ്. ആദ്യം ചിലപ്പോ അവർ കുത്തി വരച്ചിട്ട് കഴിയായിരിക്കും. പക്ഷെ അത് റിപ്പീറ്റ്ലി അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് വരും. ഹൈ ഹാൻഡ് കോർഡിനേഷൻ കറക്റ്റ് ആയിട്ട് അവർക്ക് ഹാൻഡും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പാരന്റ്സ് നീഡ് ടു പ്രൊവൈഡ് വിത്ത് ടോയ്സ് വിച്ച് ഫർദർ എൻഹാൻസ് ദെയർ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ. കുട്ടികൾക്ക് ഈ ഒരു ഏജിലെ കുട്ടികൾക്ക് പാരന്റ്സ് എന്ത് ചെയ്യാം, ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ടോയ്സും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൈം പീരീഡ് ആണ് ഇത്. അപ്പോ നമ്മള് എന്താ പറയാ, നമ്മള് ഫൈൻ മോട്ടോർ സ്കിൽസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ടോയ്സ് കിട്ടുമെന്ന് അല്ലെ. മോണ്ടിസോറി പോലത്തെ തന്നെ മെറ്റീരിയൽസിൽ ടോയ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ് കൂടുതൽ. മോണ്ടിസോറി മെറ്റീരിയൽസ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതേപോലത്തെ ടോയ്സ് കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതേപോലത്തെ ടോയ്സ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാം. ഈ ഞാൻ പറഞ്ഞില്ലേ തിങ്സ് അവർ അറേഞ്ച് ചെയ്യുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് അല്ലെ. അതേപോലെ ഒരു മെറ്റീരിയൽ ആണ് ആ റിംഗ് പോലത്തെ ഒരു മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല കളറില് ലാസ്റ്റ് ഡക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്ന് നിൽക്കുന്നത് പല കളറിൽ റിംഗ് പോലത്തെ കണ്ടിട്ടുണ്ടോ? അത് ഉണ്ട് ടീച്ചർ, കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം ഉണ്ട് അങ്ങനത്തെ. അങ്ങനത്തെ കളിപ്പാട്ടം അത് നല്ലതാണ്. എന്നുവെച്ചാല് നമ്മളുടെ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യും. കാരണം അവർക്ക് തെറ്റിപ്പോയെന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു ചെറുതിട്ടതിന് ശേഷമായിരിക്കും വലുതിട്ടെങ്കിൽ അത് അവിടെ വെച്ചിങ്ങനെ എന്തായി മാറും, നിൽക്കും, കംപ്ലീറ്റ് ആവില്ല. അപ്പൊ കുട്ടികൾ തന്നെ അത് തിരുത്തി വീണ്ടും കണ്ടിന്യൂസ്ലി ആ ഒരു ആക്ടിവിറ്റി വീണ്ടും ചെയ്യും. കുട്ടികൾക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഇപ്പൊ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യുന്ന ടോയ്സ് ആണോ? നിങ്ങൾ കുറച്ചും കൂടി കഴിയുമ്പോൾ മെറ്റീരിയൽസ് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മെറ്റീരിയൽസിന്റെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് കുട്ടികൾക്ക് നല്ലത്
എന്ന് എനിക്ക് സ്വയമേ തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസും കാര്യങ്ങളും കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ടൈമാണ്. കളറിങ് അത് നല്ലതാണ്. കളറിങ്, ഡ്രോയിങ്ങും കളറിങ്ങും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ്. ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യും. കുട്ടികൾ ചിലപ്പോൾ നമ്മുടെ ഭിത്തിയിലൊക്കെ ആയിരിക്കുമല്ലോ ഡ്രോ ചെയ്യുന്നത്. ചെറിയ കുട്ടികളുള്ളവർക്ക് അറിയാൻ പറ്റും, വീട് അവരുടെ ഹൈറ്റിനനുസരിച്ച് കളർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, ഇപ്പൊ മോള് കളർ ചെയ്ത്, എന്റെ മോൾ കളർ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അവളവിടെ ഒരു ചെറിയ കസേര ഉണ്ട് അവൾക്ക്. ആ ഒരു കസേരയിൽ കയറി നിന്നിട്ട് ആണിപ്പൊ കളർ ചെയ്യുന്നത്. ഇപ്പൊ അക്ഷരങ്ങളാണ് എഴുതുന്നത്. പണ്ട് ഇങ്ങനെ വരയ്ക്കുന്നു, ഡ്രോ ചെയ്യുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മള് ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെയാണ് എഴുതി വെക്കുന്നത്. അപ്പൊ ആള് പഠിക്കുന്ന കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് എഴുതാണ്. ഞങ്ങൾ അതേ രീതിയിൽ വിട്ടിരിക്കുകയാണ്. നമ്മൾ വഴക്കൊന്നും പറയില്ല. എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് അവരുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ അവൾ ചെയ്തോട്ടെ, അങ്ങനെ തന്നെ. അപ്പൊ നമ്മളും അവരെ എന്ത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക, അവർ ചെയ്തോട്ടെ, വിദ്യയല്ലേ, ഓക്കെ അതേപോലെ അങ്ങനെ പോകട്ടെ വിചാരിച്ചാൽ മതി. ഓക്കെ, അത് നമ്മളുടെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിൽ ആദ്യം പറഞ്ഞത് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബോഡി ആൻഡ് ബ്രെയിനെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതെങ്കിൽ, ഗ്രോത്ത് ഓഫ് മസിൽസ്, അതേപോലെ തന്നെ സെൻസ്, മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. 2 ടൈപ്സ് ഓഫ് മോട്ടോർ സ്കിൽസ് ആണ് ഞാൻ പറഞ്ഞത്. സോറി കേട്ടോ, അലാറം വരുന്നതാ. എനിക്ക് ശരിക്കും ഇന്ന് ക്ലാസ് ഇല്ല. അപ്പൊ ഈ ഒരു ടൈം ആവുമ്പോ അലാറം വരും, അടുത്ത നെക്സ്റ്റ് അവറിന് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിങ്ങനെ വരുന്നതാ. ഓക്കെ, ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും ഇതേപോലെ അലാറം വന്നു തോന്നുന്നുണ്ടല്ലേ, സോറി. അപ്പോ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഡെവലപ്പ് ആവും. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ്. ഗ്രോസ് മോട്ടോർ സ്കിൽസിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് വാക്കിംഗ്, റണ്ണിങ് ഒക്കെ ആണെങ്കിൽ, ഫൈൻ മോട്ടോർ സ്കിൽസിനാണ് റൈറ്റിംഗ്, ഡ്രോയിങ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആ ഒരു ടൈം പീരീഡിൽ ഉള്ള ഫിസിക്കൽ ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ എടുത്തത്. എല്ലാവർക്കും ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അതൊന്നും കൂടി പറഞ്ഞിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ആക്ടിവിറ്റി വല്ലതും തന്നിട്ടുണ്ടായിരുന്നോ? ആൽഫബറ്റ്സും നമ്പേഴ്സും ചാർട്ടിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നു. 15-നാണ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ടീച്ചർ. അതും ഫ്രെയിമുമായിട്ട്. ഫ്രെയിമും പറഞ്ഞിട്ടുണ്ട്. ഫ്രെയിം കാണിച്ചവരുണ്ട്, കാണിക്കാത്തവർക്കാണ് 15-ാം തീയതി ഡേറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി ചെയ്യാം കേട്ടോ. 15th ഞാൻ കുറച്ചും കൂടി ആക്ടിവിറ്റീസ് തരും. കാരണം 15th കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയാ, വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ പിന്നെ വരുള്ളൂ. അപ്പൊ ആ ടൈം പീരീഡിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് ഒരു ആക്ടിവിറ്റി കൂടി തരാം. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് കൂടി തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? Good morning, teacher and dear friends. Thank you for today's class section. It was very engaging section and we learned many new points in today's new chapter. I am grateful to our teacher for guiding us patiently. I also thank all my batch students for their cooperation. Thank you, teacher, and thank you, students. Thank you, Miss. താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss.